എന്താ മോളെ ചെയ്യണേ? എന്ത് പണി ചെയ്യുമ്പോഴേ എന്ത് സംശയം ഉണ്ടെങ്കിലും ഉമ്മാനോട് ചോദിച്ചോട്ടാ. ഉമ്മ എല്ലാം പറഞ്ഞുതരാ. അതിലൊന്നും ഒരു മടി വിചാരിക്കണ്ട കേട്ടോ. നിന്റെ ഉമ്മാനെ പോലെ തന്നെ എന്നെ കണ്ടാ മതി. എനിക്ക് പിന്നെ പെമ്മക്കളൊന്നും ഇല്ലാലോ. അതുകൊണ്ട് പിന്നെ ഞാനും എന്റെ ഒരു മകളിനെ പോലെ തന്നെ നിന്നെ കാണുള്ളൂ. ആ ശരി ഉമ്മ. ഒരു മകള്. അല്ല നീ എന്താ ഇഡ്ഡലി ഉണ്ടാക്കുക? ആ അയ്യോ, ഇവിടെ ആരും ഇഡ്ഡലിയൊന്നും തിന്നില്ല. അതല്ലമ്മ പറഞ്ഞത് എന്ത് ചെയ്യുമ്പോൾ ഉമ്മാനോട് ചോദിക്കണമെന്ന്. ഇവിടെ എല്ലാവർക്കും ദോശ ഇഷ്ടം. ദോശ ഉണ്ടാക്കിയാൽ മതി കേട്ടാ. പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചോട്ടോ. പിന്നെ ചമ്മന്തി അരയ്ക്കുമ്പോഴേ ആ അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കണം. അതാ ഇഷ്ടം എല്ലാവർക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മിക്കല്ലിൽ അരച്ചില്ലെങ്കിലേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചമ്മന്തി. ഈ വളന്നനെ ഇരിക്കും. അതുകൊണ്ടേ അമ്മിക്കല്ലിൽ തന്നെ അരച്ചാൽ മതി കേട്ടോ ചമ്മന്തി. ഉം. ഉമ്മ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട, ഞാൻ ചെയ്തോളമ്മ. ഓ ശരി ശരി എന്നാ. ഉമ്മ അവിടെ ഉണ്ടാവും ട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. ആ ശരി. ഒന്ന് കേറിയില്ല. അപ്പത്തിന് അടുക്കള ഭാരം വരെ ഏറ്റെടുത്തോളൂ. എല്ലാം അവളുടെ ഇഷ്ടത്തിനോട് ഉണ്ടാക്കുക. കാണിച്ചു തരാം ഞാൻ. നീ കിടക്കുക? അല്ലമ്മ എന്തേ? ഒന്നുമില്ല. എന്തിനാ ഈ പകൽ സമയത്ത് ഇങ്ങനെ റൂമിന്റെ വാതിലൊക്കെ ഇങ്ങനെ അടച്ചിരുന്നത്? അല്ല, നീ കിടക്കണെങ്ങ കൊറച്ചേരം കിടന്നോട്ടോ. പിന്നെ ഉച്ചനേരം ഇത്തിരി കടന്നുന്ന് പറഞ്ഞിട്ടേ ഞാനൊന്നും പറയൊന്നുമില്ല കേട്ടോ. ഓരോ അമ്മയമ്മമാരെ മരുമക്കൾ ഉച്ചനേരം ഒന്നും കടക്കാനേ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത്തിരി നേരം ഇപ്പൊ ഉച്ചക്ക് കടന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വരാൻ പോണത്? ഓ അല്ലേ, ഈ പകൽ സമയത്ത് ഈ റൂമത്തെ ലൈറ്റും ഫാനൊന്നും ഇങ്ങനെ ഇട്ട് വെക്കണ്ട കേട്ടോ. എന്താന്നറിയോ? അല്ലെങ്കിലേ ഇവിടെ കറണ്ട് ബില്ല് കൂടുതലാ വരിക. എപ്പോഴും അതെ. പിന്നെ പകൽ സമയത്താണെങ്കിൽ നമുക്ക് ഉള്ളിലിപ്പോ ലൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നല്ല വെളിച്ചമുണ്ടല്ലോ. ലൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ കാറ്റിനാണെങ്കിൽ ആ ജനൽ അങ്ങോട്ട് തുറന്നിട്ടാ നല്ല കാറ്റും കിട്ടും. പിന്നെ ഇപ്പൊ പകൽ സമയത്ത് എന്തിനാ ഈ ലൈറ്റും ഫാനൊക്കെ ഇടുന്നത്? അതങ്ങടെ ഓഫ് ആക്കിക്കോ കേട്ടോ. എന്താന്നറിയോ? ഭയങ്കര കറണ്ട് ബില്ലാണ്. കഴിഞ്ഞ മാസം തന്നെ എത്രയാ വന്നെന്നറിയോ? അതമ്മ പറഞ്ഞതേ. നീ ഒരു 10 മിനിറ്റ് വേണേ കിടന്നോ ട്ടോ. അല്ലേ, കുറച്ച് അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടേ അതൊന്ന് ആട്ടി വെക്കിട്ടാ. വേഗം വേണട്ടോ, അവിടെ കറണ്ട് പോവേ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. അപ്പൊ ഒന്ന് ആട്ടി വെച്ചോ. അയ്യോ, എന്തൊരു സാധനം അത്. ആരോട് അവിടെ പെറുപിറുക്കുന്നത്? ആ റുബീനോടാണല്ലോ. ഇനിയിപ്പൊ എന്തൊക്കെ വിഷമാണാവോ അവള് കുത്തി കൊടുക്കണത്. അല്ലെങ്കിലേ അസൂയും കുശുമ്പിന്റെ കൂടാണ് ആ റുബീന. മോളെ ജസീന, നീ എവിടെ? ശരി താത്ത, ഉമ്മ വിളിക്കണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെട്ടാ. ശരി കുട്ടി. ശരി. പാല്. എന്തമ്മ വിളിച്ച്? ഒന്നുമില്ല. പിന്നെ ആ റുബീനില്ലേ, നീ ഇപ്പൊ സംസാരിച്ചില്ലേ, അവളുടെ അടുത്ത് അധികം കൂട്ട് വേണ്ട കേട്ടോ. അടുപ്പിക്കാൻ പറ്റാത്ത സാധന. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോർത്തിട്ടേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി പറയല അവളുടെ പ്രധാന പണി. അതുകൊണ്ടേ അധികം നിന്റെ അടുത്തേക്ക് അങ്ങനെ അടുപ്പിക്കണ്ട. അസൂയക്കും കുശുമ്പിനെ കയ്യും കാലും വെച്ച സാധനം അത്. അല്ലെങ്കിലേ ഈ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ഒരു ജാതി സാധനങ്ങളാ.
ഒന്നിനോടും കൂട്ടുകൂടാൻ പറ്റില്ല. ഓ, അസൂയും കുശുമ്പുള്ള സാധനങ്ങളാ. അതുകൊണ്ട് ഈ അയൽവക്കക്കാരായിട്ട് അധികം ഒരു ഇതൊന്നും വേണ്ടാട്ടോ. ശരി ഉമ്മ, നീ പോയിട്ടേ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാ. ആ, ഞാനിപ്പൊ കൊണ്ടുവരാം. ഇവിടെയുള്ള അയൽവക്കക്കാരോട് കൂട്ടുകൂടിയാ ശരിയാവില്ല മോളെ. അല്ലെങ്കിലേ അവർക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. എന്റെ തനി സ്വഭാവം എന്താണെന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുത്താ ഇനി ഇവള് എന്നോട് പോരെടുക്കാൻ തുടങ്ങും. അത് വേണ്ട. നമ്മ ചായ. നീ ചായ കുടിച്ചില്ലേ? ആ, ഞാൻ കുടിച്ചുമ്മ. ആ, ഉം. ഈ ക്ലാസ് ഒന്ന് കഴുകി വെച്ചോട്ടോ. അല്ല, നീ ഗ്യാസിലാണോ കറി വെക്കുന്നത്? ഞാനൊക്കെ ചോറും കറിയും അങ്ങനെയൊക്കെ ഉള്ളതേ അടുപ്പിലാ വെക്കുക. അതാവുമ്പോഴേ നമുക്കൊരു 3 മാസമൊക്കെ ഗ്യാസ് എത്തുവേ. ഈ കറിയും അതും ഇതൊക്കെ ഈ ഗ്യാസിൽ വെച്ചാലേ ഗ്യാസ് വേഗം കഴിയില്ലേ. അപ്പുറത്ത് കുറെ വിറകുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് വെട്ടി പൊളിച്ചിട്ടേ വെയിലത്തിട്ട് ഉണക്കിട്ടേ അടുപ്പിൽ വെച്ചാൽ മതിട്ട്. ഇനി ഈ കറിയൊന്നും ഇനി ഗ്യാസിൽ വെക്കണ്ട. ചോറും കറിയൊക്കെ അടുപ്പിൽ തന്നെ വെച്ചാ മതി. അതാ നല്ലത്. ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ. ഇനി ചെയ്യുമ്പോ അങ്ങനെ ചെയ്താ മതി കേട്ടോ. ഗ്യാസ് വേഗം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കൊണ്ടുവരും. അതെ, വിറകുണ്ട് പറഞ്ഞിട്ടേ വിറക് ഇങ്ങനെ കണ്ടമാനിട്ട് കത്തിക്കൊന്നും വേണ്ടാട്ടോ. കുറച്ചിട്ട് കത്തിച്ചാ മതി. എന്താ അറിയോ, ഇപ്പൊ മഴക്കാലം ആകുമ്പത്തിന് അല്ലെങ്കിൽ വിറകും കഴിയും. ഇപ്പൊ ഒരു വണ്ടി വിറകൊക്കെ വാങ്ങണം പറഞ്ഞാലേ പൈസ എത്ര വേണം. കുറച്ചിട്ട് കത്തിച്ചാ മതി. തുണികളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടാക്ക. ഒരു സാധനം മുടക്കി വെക്കില്ല. ഉമ്മ, വൈകുന്നേരത്തേക്ക് എന്താ കറി വെക്കുക? കുറച്ച് മീൻ വാങ്ങിച്ചാലോ? ഓ, ഇനിയിപ്പൊ ഈ നേരത്തെ മീനൊന്നും വാങ്ങാൻ നിക്കണ്ട. ഇപ്പൊ വാങ്ങിയിട്ട് നേരാക്കാനും പിടിക്കാനൊന്നും എനിക്ക് വയ്യ. അവിടെ കുറച്ച് ഡപ്പയിലേ കുറച്ച് വെള്ളപ്പയർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് പുളി വെച്ചാ മതി. പിന്നെ ഇപ്പൊ ഉപ്പേരിക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് പയറുണ്ട്. അത് മതി. അതുകൊണ്ട് പോവാ. ഇനി നാളെ വാങ്ങ എന്തെങ്കിലൊക്കെ. എനിക്കാണെങ്കിൽ ഈ മീനൊന്നും ഇപ്പോ കൂട്ടാനും തോന്നുന്നില്ല. ഒന്നും പിടിക്കുന്നില്ല. മീനൊന്നും വേണ്ട. ശരി. അല്ല, നീ എന്ത് ഈ തുണികളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടാക്കുന്നത്? തിരുമ്പിയിട്ട് ഉണങ്ങിയ തുണികളൊക്കെ അപ്പൊ തന്നെ മടക്കി വെക്കണ്ടേ? എനിക്കാണെങ്കിൽ തുണികൾ ഇങ്ങനെ കൂട്ടിയിടുക പറഞ്ഞ അതിനെക്കാളും വലിയ ദേഷ്യം വേറെ ഒന്നുമില്ല. ആ, അതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് മടക്കി വെക്കാലോ പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചതാ. ആ, നീ പോയിട്ട് നിന്റെ പണികൾ നോക്കിക്കോ. ആ, പിന്നെ കൂട്ടാനേ തേങ്ങ അരച്ച് വെച്ചാ മതി കേട്ടോ. ചക്കനിക്ക് തേങ്ങ അരച്ചതാ ഇഷ്ടം. ആ, ശരി ഉമ്മ.